അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് ഷമ്മാസും നുസൈബയും അതാ വല്യുമ്മാനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഉമ്മ പറഞ്ഞു, മോളെ. ആ എന്തോ ഉമ്മ? സൂക്ഷിക്കണം കേട്ടോ. എന്തോ ഉമ്മ, എല്ലാവർക്കും എന്താ ഇത്ര ടെൻഷന്? മോളെ അതൊന്നുമല്ല, നമുക്കെന്ന് വെച്ചാൽ ഇതൊരു കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഉമ്മയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ നുസൈബ മൗനം പാലിച്ചു. എന്തുകൊണ്ടായിരിക്കും അത്? മറ്റൊന്നുമല്ല, നുസൈബയുടേത് എല്ലാവരുടെയും പോലെയുള്ള ജീവിതമല്ല. അവൾക്ക് പടച്ച റബ്ബ് കനിഞ്ഞരുളിയ ജീവിതമാണ് ഇത്. ഷമ്മാസിൻ്റെ കൂടെയുള്ള ആ ഒരു ജീവിതം. കഴിഞ്ഞ വർഷക്കാലമൊക്കെ അവളുടെ സ്ഥിതിഗതികൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം വേദനയോടെ വിഷമത്തോടെയായിരുന്നു ദിവസങ്ങൾ തള്ളി നീക്കിയിരുന്നത്. അവൾ കുറേ സമയം പുറത്തേക്ക് നോക്കിയിരിക്കുമ്പോൾ ഉമ്മ പറയും, മോളെ ഉമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് പോന്നാളേ, എൻ്റെ കുട്ടി ആരെ കാത്തുക്കണ്? ഉമ്മ, ഫൈസൽക്ക് എങ്ങാനും വരുമോ എന്നെനിക്ക് തോന്നാണ്. എൻ്റെ പൊന്നുമോളെ, ഉമ്മാൻ്റെ കുട്ടി ഇങ്ങോട്ട് പോരെ, ഇനി ഓനെ കാക്കണ്ട. ഉമ്മ, നിങ്ങൾ അങ്ങനെ പറയല്ലേ. ഞാൻ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് ഫൈസൽക്ക്, ഉമ്മക്കറിയോ? മോളെ, നിൻ്റെ മനസ്സ് മനസ്സിലാകണ്ട എനിക്ക്, പക്ഷേ അവൻ നിന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ മോളെ. എപ്പോഴും ഇങ്ങനെ ഓനെക്കുറിച്ച്. ഉമ്മ, എനിക്കറിയില്ല, എനിക്ക് അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. അങ്ങനെയായിരുന്നു നുസൈബയുടെ കഴിഞ്ഞ വർഷത്തെ ജീവിതം. അതെ, ആർക്കോ വേണ്ടി കാത്തിരിക്കുന്നു, പക്ഷെ തന്നെ തേടി ഒരാൾ പോലും വരുന്നില്ല എന്നുള്ള സത്യം പിന്നീടവൾ മനസ്സിലാക്കുകയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, അവൾ അതിൽ നിന്ന് പതുക്കെ മറക്കുവാനുള്ള കാരണം അത് മറ്റൊന്നും ആയിരുന്നില്ല, പ്രിയപ്പെട്ട ഷിഫ. അതെ, അവളായിരുന്നു എനിക്ക് എല്ലാം ആയിരുന്നത്. അവളാണ് ഈ കാര്യവും എന്നോട് പറഞ്ഞത്. ആദ്യമൊക്കെ അവൾ ഷമ്മാസിനെ പരിചയപ്പെടുത്താൻ നിന്നപ്പോൾ കരുതിക്കൂട്ടി, നോ പ്ലീസ്, എനിക്ക് അങ്ങനെ മറ്റൊരാളെക്കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല, ദയവായി. അല്ലടി, നിന്നെ അവന് ചോദിക്കാണ്, ആ ഹിജാബിട്ട പെണ്ണ് ഏതാന്ന് ചോദിക്കാണ്. അല്ലാതെ എനിക്കിപ്പോൾ അതിൽ ഒരു ലാഭമില്ല. നീ ആരാണെന്നോ അല്ലെങ്കിൽ എന്താണെന്നോ എന്തെങ്കിലും ഒന്ന് അറിയാനാണ് ചോദിക്കുന്നത്. അവൾ അതെല്ലാം ഓർത്തു. പഠിച്ചോനെ, ശരിയാണ്, കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ജീവിതം എന്തായിരുന്നു? എനിക്ക് നോമ്പോ പെരുന്നാളോ അതിലൊന്നും ഒരു സന്തോഷമുണ്ടായിരുന്നില്ല. വിവാഹം കഴിഞ്ഞ പെണ്ണ് അതാ സ്വന്തം വീട്ടിൽ നിൽക്കുക എന്നുള്ള കാര്യം അതെല്ലാവർക്കും ഏറ്റവും വിഷമുള്ള ഒരു സംഭവം തന്നെയാണ്. എന്നാൽ പലരും അത് കളിയാക്കി ചിരിക്കുവാനും ഏറെ ഉണ്ടായിരുന്നു. പലരും കരുതി കൂട്ടി ചോദിക്കുമായിരുന്നു, അല്ല നുസൈബ, ഈ എന്ത് കെട്ടിച്ചോടത്തേക്ക് പോകാത്ത പുതിയാപ്പളിൻ്റെ വീട്ടിക്ക്? എന്താ അന്നെ പറ്റിയില്ലേ ഓൻക്ക്? അങ്ങനെയുള്ള ഓരോ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ അത് നെഞ്ചിലാണ് തറക്കുക. ഇന്നല്ലെങ്കിൽ നാളെ തൻ്റെ ഫൈസൽക്ക വരുമെന്നുള്ള ആഗ്രഹത്തിലായിരുന്നു നുസൈബയും. എന്നാൽ അൽഹംദുലില്ലാ, പടച്ച റബ്ബേ, ഒരുപാട് അള്ളാഹുവിനോട് എത്രയൊക്കെ തന്നെ നന്ദി പറഞ്ഞാലും മതിയാവില്ല. റഹ്മാനെ, അടുത്ത വർഷം ആയപ്പോഴേക്കും എനിക്കിതാ പുതിയൊരു ഭർത്താവിനെ കിട്ടിയിരിക്കുന്നു. അതും ആ ഉമ്മയുടെ വീട്ടിലേക്ക് തന്നെ, ആ ഉമ്മയുടെ ഏറ്റവും സ്വാലിഹായ മകനെ. പെട്ടെന്ന് ഷമ്മാസ് വിളിക്കുന്നു, ഹിജാബി. ആ എന്തിങ്ങനെ ആലോചിച്ചിരിക്കുന്നത്? അത് ഉമ്മ, എന്നാൽ ഞങ്ങൾ ആ മക്കളെ പോയിട്ട് വരെ ശ്രദ്ധിക്കണം കേട്ടോ. വീണ്ടും ഉമ്മയുടെ ആ ഒരു ചോദ്യം. ആ ഉമ്മ, ഇൻഷാ അല്ലാ. ഉപ്പ, ഞങ്ങൾ പോയിട്ട് വരാട്ടോ. മക്കളെ പോയി വരെ. ഉപ്പയുടെ കണ്ണുകൾ എറിയുന്നത് നുസൈബ ശ്രദ്ധിച്ചു. ഇപ്പാൻ്റെ കുട്ടികൾ പോയി വരെ. ഉപ്പാക്ക് എന്താണെന്നറിയില്ല, സന്തോഷം കൊണ്ടാണോ കണ്ണ് നിറയുന്നത്, അതോ സങ്കടം കൊണ്ടാണോ അറിയുന്നില്ല. എല്ലാം കൊണ്ടും. മക്കളെ, പിന്നെ നോമ്പ് തുറക്കാൻ വരിട്ടോ, ഒരു ദിവസം വിളിക്കണ്ട്. വിളിക്കൊന്നും വേണ്ട, ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരണ്ടേ. എന്തേ നുസി? ഷമ്മാസ് വിളിക്കുന്നു. വാ, ഇത് പല കയ്യിൽ കൊടുത്ത്. എന്താണിത്? അതൊന്നുമില്ല. നുസൈബയുടെ കൈകളിൽ അതാ എന്തോ ഒന്ന് ചുരുട്ടി കൊടുത്തു ഷമ്മാസ്. ഇത് ഉപ്പയുടെ കൈകളിൽ കൊടുത്തോളൂ കേട്ടോ, ഞാൻ കൊടുക്കുമ്പോൾ അതൊരു ഇക്ക കൊടുത്തോളും, അതിൽ നല്ലത്. അല്ല വേണേ, നീ കൊടുത്തേക്ക്, ചെല്ല്, നീ കൊടുത്തോളൂ. അപ്പോഴേക്കും അതാ മക്കളെ ഷമ്മാസ് വിളിക്കുന്നു. മക്കളെ, ഇവിടെ ഒരു മോളു, ഇത് എന്തിനാ ഞങ്ങൾക്ക്? നിങ്ങൾക്ക് മിഠായി വാങ്ങാനോ ഉപ്പാൻ്റെ കയ്യിൽ കൊടുക്കട്ടോ. മക്കളുടെ കൈകളിലെല്ലാം ക്യാഷ് കൊടുത്തു. ഉപ്പയുടെ കയ്യിലും ഒരു തുക ഏൽപ്പിക്കുകയാണ്.
നുസൈബ. ഉപ്പ. ആ എന്താ മോളെ ഇതുപ്പ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പൊന്നു മോളെ ഇതൊക്കെ എന്തിനാ? എന്താണ് ഇതൊന്നും വേണ്ട മോളെ. അല്ലുപ്പ പിന്നെ എന്നോട് ഷമ്മാസ്ക പറഞ്ഞിട്ടുണ്ട്, അതായത് നോമ്പിന് ഉപ്പ പണിക്ക് പോകരുത് എന്ന്. മോളെ എന്താ നീ പറയണത്? അതെ ഉപ്പ, തൽക്കാലം ഇത് പിടിക്കോ ഉപ്പ. നമ്മളെ വീട്ടിലത്തെ ചിലവിനുള്ള കാര്യങ്ങളെല്ലാം, പ്രത്യേകിച്ച് റമദാൻ മാസത്തിലെ കാര്യങ്ങൾ ഉപ്പ നോക്കണ്ട. ഇനി ഉപ്പ ദയവായി പണിക്ക് പോവരുത്. തൻ്റെ പ്രിയപ്പെട്ട മകൾ നീട്ടിയ ആ ഒരു ക്യാഷ് ഉപ്പ വാങ്ങാൻ കൂട്ടിച്ചില്ല. പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് ചെന്നു. എന്താ മോളെ? ഉമ്മ ഇത് വാങ്ങിക്കോളി, ഉപ്പയോട് നോമ്പിനും പണിക്ക് പോരുതെന്ന് പറയണം. ഉപ്പ ഖുർആനും നിസ്കാരമൊക്കെ ആയിട്ട് വീട്ടിലും പള്ളിയിലൊക്കെ കഴിഞ്ഞോട്ടെ. ദയവായി ഈ പൊരി വെയിലത്ത് കൂലിപ്പണിക്ക് പോവരുതെന്ന് പറയണം. നുസൈബയുടെ ആ ഒരു വാക്കുകൾ ഉമ്മക്കും ശരി തോന്നി. അതേക്ക, അതന്നെയല്ലേ നല്ലത്. നിങ്ങൾ എനിക്ക് സമാധാനമുള്ള നോമ്പിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ പൊരി വെയിലത്ത് തളർന്ന് ക്ഷീണിച്ച് വരുന്ന രംഗം എനിക്ക് കാണാൻ കഴിയൂല. അത് വാങ്ങിക്കോളി. എന്താ നീ പറയണത്? എന്താ എന്താ പ്ലീസ്? നുസൈബ നിർബന്ധിച്ചു. ഉമ്മയുടെ കൈകളിൽ ആ ക്യാഷ് കൊടുത്തു. ഉമ്മ പറഞ്ഞു, മോളെ ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞ അങ്ങ് കേൾക്കും അറിയില്ല, പക്ഷേ ഉമ്മ നമുക്ക് ചിലവ് കഴിയാനുള്ള ഇതിലുണ്ട്. പിന്നെ പോരാത്തതിന് ഇനിയും ക്യാഷ് അയച്ചു തരും. ഉപ്പയുടെ മുഖം വല്ലാതായി. എന്തിനാ മോളെ അതൊക്കെ? ഉപ്പ നിങ്ങൾ സന്തോഷത്തോടെ സ്വീകരിക്കേ. അങ്ങനെ അതാ ഉപ്പ സന്തോഷത്തോടെ അത് സ്വീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. മോളെ ഇതൊന്നും വേണ്ടില്ലായിരുന്നു. നിങ്ങൾ സമാധാനത്തോടെ ജീവിക്കുന്ന ഈ ഒരു ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഉപ്പാക്ക് സന്തോഷമാണ്. അത് മതി. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പടച്ച റബ്ബിനോട് തേടുന്നത്. അങ്ങനെ അതാ സന്തോഷത്തോടെ സമാധാനത്തോടു കൂടി അവർ ഇറങ്ങുന്നു. ഉമ്മയും ഉപ്പയും അവരുടെ കാറിൻ്റെ അടുത്തേക്ക് പോയി. അല്ലാ, എൻ്റെ കുട്ടി ഇത്രയും വിലപിടിപ്പുള്ള കാറിലൊക്കെ ഫ്രണ്ടിലിരുന്ന് പോണൊക്കെ കാണുമ്പോൾ റബ്ബേ വല്ലാത്തൊരു സന്തോഷം തന്നെയാണ് കേട്ടോ എനിക്ക്. മാഷാ അല്ലാ. ഒരിക്കൽ കൂടി ഉപ്പയോടും ഉമ്മയോടും കുട്ടികളോടും സലാം പറഞ്ഞ് അതാ നുസൈബയും ഷമ്മാസും അകലുന്നു. അവർ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ മാതാപിതാക്കൾ, റഹ്മാനെ എൻ്റെ കുട്ടിയുടെ സന്തോഷം എന്നും നിലനിർത്തണേ അല്ലാ. ഇക്ക പറഞ്ഞത് കേട്ടില്ലേ, റമദാനിൽ പൊരി വെയിലത്ത് പണിക്ക് പോവണ്ടാന്ന്. അതൊക്കെ എന്താ വെച്ചാൽ തീരുമാനിക്കാം. നമുക്ക് കഴിയാനും അതിനപ്പുറമുള്ളതും ഇതിലുണ്ടല്ലോ. പിന്നെന്ത് നിങ്ങളിങ്ങനെ? നോക്കട്ടെ, പഠിച്ചവൻ ആരോഗ്യം തന്നിടത്തോളം കാലം അധ്വാനിക്കണമെന്നാണടി എൻ്റെ മനസ്സ് പറയണത്. വെറുതെ ഇരിക്കണേ എനിക്കിഷ്ടമല്ല. ആയിക്കോട്ടെ, റമദാനിലെങ്കിലും ഇപ്പോഴെന്ന് വെച്ചാൽ നമുക്ക് ഇബാത്തിന് വേണ്ടിയുള്ള മാസമല്ലേ. അപ്പോൾ നിങ്ങൾ കഷ്ടപ്പെട്ട് അതൊരു വെള്ളം പോലും കുടിക്കാൻ കഴിയാതെ അധ്വാനിക്കുന്ന കാണുമ്പോൾ വിഷമമായിട്ടാണിക്ക. പ്ലീസ് ആയിക്കോട്ടെ, എൻ്റെ ഇഷ്ടം പോലെ ആയിക്കോട്ടെ. എന്നാലും ഉച്ച വരെ പോകണതിന് കുഴപ്പമൊന്നുമില്ല എനിക്ക്. അള്ളാഹു ആരോഗ്യം തന്നിക്കണല്ലോ. ഇക്ക നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളി. എന്തൊക്കെ തന്നെയാലും നമുക്ക് റമദാനിലെ ചിലവിനുള്ള പൈസ നമ്മളെ മരുമകൻ തന്നിട്ടുണ്ട്. ഷമ്മാസ് അതാ വാഹനം ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അതേ വെല്ലിമ്മാൻ്റെ വീട്ടിലേക്കുള്ള വഴി ഇതല്ലേ? ഇവിടെയല്ലേ അവർ ന്യൂ ആയി താമസിക്കുന്നത്? അതെ, അവിടെ തന്നെ. പിന്നെന്താ ഇതുവഴി പോകുന്നത്? എനിക്കിന്ന് ടൗൺ വരെ പോകണം. ടൗണിലേക്കോ? എന്തിനാ പോകുന്നത് ടൗണിലേക്ക്? നമുക്ക് വേഗം വെല്ലിമാനെ കാണാൻ പോകും. എനിക്ക് കൊതിയാറുണ്ട്. ഞാനാണെങ്കിൽ ഉംറ കഴിഞ്ഞ് വന്നതിന് ശേഷം പോയിട്ടുമില്ല. എന്നെ എപ്പോഴും ചോദിക്കുന്നും പറഞ്ഞു. പെണ്ണെ, അങ്ങനെ വെറും കൈയോട് കൂടി അങ്ങ് പോകാൻ പറ്റുമോ? എന്താ നീ പറയണത്? എന്താ ഫ്രൂട്ട്സ് വാങ്ങാനാണോ? പോയി നോക്കാം. ഷമ്മാസ് എങ്ങോട്ടാണ് കാറിൽ കൊണ്ടുപോകുന്നത് എന്ന് നുസൈബ നോക്കി. അല്ലയ്ക്ക, ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ പോകുന്ന വഴിക്ക്, എന്താ അവിടെ നിർത്താത്തത്? അതൊന്നും അത്ര ഗുണമല്ല പെണ്ണേ. കുറച്ച് അപ്പുറത്തായിട്ട് നല്ല ഫ്രൂട്ട്സ് ഉണ്ടാകും, കുറച്ച് അങ്ങോട്ട് പോകും. അങ്ങനെയൊന്നുമില്ല കേട്ടോ, അതൊക്കെ നല്ല ഫ്രഷ് സാധനങ്ങളാണ്. ആയിക്കോട്ടെ, ഇവിടുന്ന് വാങ്ങിയാൽ മതിയോ? എവിടുന്നായാലും വേണ്ടില്ല. എന്താ ഇക്കാക്ക് പരിചയമുള്ള ഷോപ്പുണ്ടോ? പരിചയമുണ്ടോ ഞാൻ നോക്കട്ടെ. അവിടെ എത്തുമ്പോഴങ്ങ് പരിചയമാവല്ലോ എൻ്റെ പെണ്ണേ. ഷമ്മാസ് നേരെ പോയത് ഒരു ജ്വല്ലറിയുടെ മുമ്പിലേക്കായിരുന്നു. അല്ല, ഇതെന്ത് ഇവിടെ കാർ പാർക്ക് ചെയ്ത്? ഇവിടെ കാർ പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് ഫ്രൂട്ട്സ് വാങ്ങാൻ പോകാൻ. എന്താ? അതിന് ഈ ജ്വല്ലറിയുടെ മുമ്പിലൊക്കെ അവർ വിചാരിക്കൂലേ ഗോൾഡ് വാങ്ങാൻ വന്നാന്ന്? ഇവിടെ അല്ലല്ലോ, അങ്ങോട്ട് പാർക്ക് ചെയ്യാം.
നുസൈബ കുറച്ച് ശകാര രൂപത്തിലാണ് അത് ഷമ്മാസിനോട് പറഞ്ഞത്. അയ്യേ, ഈ ജ്വല്ലറിന് മുമ്പിലൊക്കെ നിർത്തിയിട്ട് നമ്മൾ ഫ്രൂട്ട്സ് വാങ്ങാൻ പോകുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. നീ ഇങ്ങ് ഇറങ്ങു പെണ്ണേ. അല്ലോ, ഞാനോ ഇറങ്ങി പോകുമ്പോൾ അവരെന്തെങ്കിലും വിചാരിക്കൂലോ? ഓ എൻ്റെ പെണ്ണേ, ഇങ്ങ് വന്നേ. ഷമ്മാസ് അതാ അപ്പുറത്തോട് കൂടി പോയി ഡോറ് തുറന്ന് അവളെ കൈപിടിച്ചിറക്കുന്നു. ഓ, ഞാൻ അങ്ങനെ കൈപിടിച്ചിറക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും എന്താ സുഖമില്ലാത്തൊരു കുട്ടിയാണ്. നിങ്ങളെന്തിനാ അതിന് നിന്നത്? ഞാൻ ഫ്രൂട്ട്സ് കടയുടെ മുമ്പിൽ ഇറങ്ങാമെന്ന് പറഞ്ഞല്ലേ, ജ്വല്ലറിന് മുമ്പിലായിട്ടല്ലേ ഞാൻ ഇറങ്ങാൻ മടിച്ചത്. ആയിക്കോട്ടെ, നീ ഇങ്ങ് വന്നേ. അവരതാ നേരെ ആ ജ്വല്ലറിയിലേക്കാണ് കയറി പോകുന്നത്. ഷമ്മാസിനോട് നുസൈബ് ചോദിച്ചു, അല്ല എങ്ങോട്ടാണ്? ഇങ്ങ് വാ പെണ്ണേ. നിനക്കെന്താ എൻ്റെ കൂടെ വരാൻ വിശ്വാസം ഇല്ലേ? നിനക്കെന്ത് പേടിയുണ്ടോ? പേടിയോ? എനിക്കെന്ത് പേടി? എന്നാ ഇങ്ങ് വന്നേ. അങ്ങനെ അതാ അവർ കയറി വരുന്നത് കണ്ടുകൊണ്ട് തന്നെ ജ്വല്ലറിയിലെ ആ ഒരു സെക്യൂരിറ്റി വാതിൽ തുറന്നു കൊടുക്കുന്നു. നമസ്കാരം എന്നുള്ള പുഞ്ചിരിയോട് കൂടിയുള്ള ആ ഒരു വാക്കുമായി ലിപ്സ്റ്റിക്കും മേക്കപ്പും നല്ല രീതിയിലിട്ട വളരെ വെളുത്ത നിറത്തിലുള്ള 2 നേപ്പാളി പെണ്ണുങ്ങൾ ഷമ്മാസിനെയും നുസൈബയെയും ചിരിച്ചുകൊണ്ട് വരവേറ്റു. ഷമ്മാസും അവരോട് ചിരിച്ചു. നുസൈബ അത് കണ്ടു. ഓ, പിന്നെ 2 ഭംഗിയുള്ള പെണ്ണുങ്ങൾ ചിരിച്ചപ്പോൾ അങ്ങോട്ട് തിരിച്ചും ചിരിച്ചു അല്ലേ? അല്ലാതെ പിന്നെ എന്താ പെണ്ണേ, ഞാനിങ്ങനെ ഗൗരവത്തിൽ നിൽക്കേ. പിന്നെ അതൊരു പക്ഷേ എൻ്റെ സൗന്ദര്യം കണ്ടിട്ട് എന്നോട് ചിരിച്ചതായിരിക്കും. നിന്നോട് ചിരിച്ചോ? തമാശ രൂപത്തിൽ ഷമ്മാസിന് പറഞ്ഞു. ഓ, പിന്നെ എന്നെ കാണില്ലല്ലോ എന്നോട് ചിരിക്കാനേ. എൻ്റെ ഹിജാബിനുള്ളിലൂടെ ഞാനത് കണ്ടു. ആയിക്കോട്ടെ, നിങ്ങളോട് ചിരിച്ചാൽ മതിയല്ലോ. നിങ്ങളല്ലേ സുന്ദരനും സുമുഖനുമായ യുവാവ്. അതെ, എല്ലാവരും എന്നോട് ചിരിക്കുക. എന്താ ചെയ്യുക? നീ ഇങ്ങ് വന്നേ പെണ്ണേ. ഷമ്മാസ് നുസൈബയുടെ കൈ പിടിച്ച് കൊണ്ടുപോകുന്നു. എന്താണ് സർ വേണ്ടത്? മറ്റൊരു പെണ്ണ് അതാ അപ്പോഴേക്കും ഷമ്മാസിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നു. സർ ഇരുന്നോളൂ. അല്ല, ഇവിടെ എന്താ മൊത്തത്തിൽ എല്ലാം മേക്കപ്പിൽ കുളിച്ച് നിൽക്കുന്ന പെണ്ണുങ്ങളാണല്ലോ. അതിനു വേണ്ടിയിട്ടാണല്ലോ നിങ്ങൾ ഈ ഷോപ്പ് തിരഞ്ഞു പിടിച്ച് വന്നതില്ലേ? നിനക്കിതെങ്ങനെ മനസ്സിലായി പെണ്ണേ? എൻ്റെ മനസ്സ് നിനക്ക് വായിക്കാൻ കഴിയൂലേ? ഷമ്മാസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നുസൈബ പിണങ്ങി നിന്നു. വാ പോവാം, ഞാൻ വല്യമ്മാൻ്റെ വീട്ടിൽ പോവാണ്. നിങ്ങൾ ഇവിടെയൊക്കെ അവരോടൊക്കെ ചിരിച്ച് കളിച്ച് സംസാരിച്ച് ആക്കം പോലെയൊക്കെ പോരി. ഞാൻ പോവുകയാണ്. നുസൈബ പിണങ്ങി തിരിഞ്ഞു നിന്നു. ഇത്ര പെട്ടെന്ന് പിണങ്ങിയോ? ഇങ്ങനെയൊക്കെ പിണങ്ങാൻ പാടുണ്ടോ? ഓ, അപ്പം ഇത്രയേ ഉള്ളൂ. നിന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാണ് ഞാൻ. നുസൈബയുടെ കൈ പിടിച്ച് ഷമ്മാസ് അതാ അവളെ ഇവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ഒരു ചെയറിൽ ഇരുത്തുന്നു. കൂടെ അവനും. നല്ല സോഫ്റ്റിലെ ഈ ഒരു സോഫ. അല്ല, എന്തിനാ ജ്വല്ലറിയിലേക്ക് വന്നത് പറഞ്ഞില്ല. നുസൈബ അല്പം ദേഷ്യത്തോടെയായിരുന്നു അത് പറഞ്ഞത്. അതൊക്കെയുണ്ട് പെണ്ണേ. പെട്ടെന്നതാ ഷമ്മാസിന് സർ ഇങ്ങോട്ടിരുന്നോളൂ എന്ന് പറഞ്ഞ് ഒരു സുന്ദരിയായ യുവതി വീണ്ടും ക്ഷണിക്കുന്നു. നുസൈബയെയും കൈപിടിച്ചുകൊണ്ട് അവരങ്ങോട്ടിരുന്നു. ഒരുപാട് കളക്ഷൻസ്, അതും കമ്മലിൻ്റെ. ആർക്കാ കമ്മൽ? ഇത് എനിക്ക്. നിനക്ക് തന്നെ. എന്താ നിൻ്റെ കമ്മലങ്ങ് പഴയതായില്ലേ? ഇല്ലില്ല, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്കൊന്ന് അത് റിന്യൂവൽ ചെയ്യാം. റിന്യൂവലോ? കമ്മലോ? പെണ്ണെ ഒന്ന് എക്സ്ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞതാണേ. ഊരിക്കേ. അല്ല, ഞാനോ? നുസൈബ അത് ഊരുവാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവൾക്കത് കിട്ടുന്നില്ല. ഷമ്മാസ് അത് അവളുടെ ഹിജാബിനിലൂടെ കൈയിട്ട് അത് തിരിച്ചെടുക്കുന്നു. ഈ കമ്മൽ ഇപ്പോൾ കുറച്ചായില്ലേ, ഇനി ഒന്ന് മാറ്റി പിടിക്കാം. എന്താ ഇക്ക? ഒരു കുഴപ്പമില്ലല്ലോ കമ്മലിന്. പിന്നെന്താ? അതിനെന്താ, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മോഡൽ ഞാൻ എടുക്കട്ടെ. നിനക്ക് സമ്മതാണോ? എനിക്കെന്താ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അതാ മനോഹരമായ ഒരു കമ്മലും പിന്നെ നിൻ്റെ ആ നെക്ലേസ് അതുകൂടെ ഒന്ന് ഊരിയിട്ട് നമുക്കൊരു സെറ്റാക്കി എടുക്കാം. എന്താ? ഡയമണ്ട് ഒരു കമ്മലും ഡയമണ്ട് നെക്ലേസും. പഠിച്ചോനെ, എത്ര ലക്ഷങ്ങൾ രൂപ വരും? രൂപ വരാതെ പിന്നെന്താ? ക്യാഷ് ചിലവാക്കാൻ എന്തെങ്കിലും നടക്കുമോ പെണ്ണേ? നമ്മൾ ക്യാഷ് കയ്യിൽ വെച്ചിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? അപ്പോൾ തന്നെ നുസൈബക്ക് വേണ്ടിയിട്ട് അതാ നല്ലൊരു ഡയമണ്ട് നെക്ലേസും ഒരു കമ്മലും ഷമ്മാസ് സെലക്ട് ചെയ്യുന്നു. എന്താ ഇപ്പം ഇങ്ങനൊരു തോന്നലേ? ഒന്നുമില്ല. അതെ, ഇനിയിപ്പോൾ അവിടെ നവാസ്ഖാന മണവാട്ടിയൊക്കെ പുതിയ ആഭരണങ്ങളൊക്കെ ഇട്ട് വരുമ്പോഴേ, നീ പഴയ ആഭരണങ്ങളൊക്കെ ഇട്ട് നിൽക്കുമ്പോഴേ നിനക്കൊരു വിഷമം ഉണ്ടാവില്ലേ? എനിക്കങ്ങനെ വിഷമേ അല്ല, ഞാൻ വെറുതെ പറഞ്ഞതാടി. അത്യാവശ്യമായിട്ട് വരേണ്ട ആവശ്യം വന്നപ്പോൾ ഞാൻ നിൻ്റെ ഒന്ന് റിന്യൂവൽ ചെയ്തു. സോറി.
അതൊന്ന് മാറ്റിയെടുത്ത് എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ നിൻ്റെ ആ കമ്മലിൻ്റെ ഇവിടെ ഒരു മൂർച്ചയുള്ളൊരു ഭാഗമുണ്ടല്ലോ, അത് ഇടയ്ക്കിടെ എൻ്റെ കയ്യിലിങ്ങനെ തട്ടാറുണ്ട്. അതുകൊണ്ട് കൂടിയാണ് ഞാനത് മാറ്റുന്നത്. ഹോ, എന്നാൽ പറഞ്ഞാൽ പോരെ, നുസൈബ പറഞ്ഞു. അങ്ങനെ അതാ അതിമനോഹരമായ ഒരു ഡയമണ്ട് നെക്ലേസും കമ്മലും നുസൈബയ്ക്ക് വേണ്ടി ഷമ്മാസ് വാങ്ങുന്നു. പിന്നെ കുറച്ചുകൂടി ചെറിയൊരു ടൈപ്സിൽ, അതായത് ചെറിയ മക്കൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന. ആർക്കാ? അതൊക്കെ ഉണ്ട് പെണ്ണേ. അല്ല, നിൻ്റെ എളാപ്പാക്ക് എത്ര മക്കളുണ്ട്? അല്ലോ, നിൻ്റെ എന്നോ അങ്ങനെ പറയാൻ പാടില്ല. സോറി, നമ്മുടെ അതറിയാതെ അങ്ങ് വീണ് പോയതാണേ. അവർക്ക് എത്ര മക്കളുണ്ട്? 3 പെൺകുട്ടികൾ, ആൺകുട്ടിയാണുള്ളത്. അല്ല, നീ പറഞ്ഞല്ലോ കമ്മലൊക്കെ നുള്ളി പറിച്ചു കൊണ്ടുപോയി വിറ്റു, എന്നിട്ടത് കടം വീട്ടിയെന്നൊക്കെ. എടുത്തോ, 3 പേർക്കും ഓരോ കമ്മൽ നിനക്ക് ഇഷ്ടമല്ല എടുത്തോ. പിന്നെ ഡയമണ്ട് നെക്ലേസ് അതെൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഇഷ്ടപ്പെട്ട് സെലക്ട് ചെയ്താട്ടോ. ഇനി അവർക്ക് വേണ്ടി നീ സെലക്ട് ചെയ്യാം. അല്ല, അതൊന്നും വേണ്ട. അതൊക്കെ ഇപ്പോൾ എന്താ, സ്വർണ്ണല്ലേ ഇത്? ആണല്ലോ, കൊടുക്കുമ്പോൾ നമ്മൾ മൂല്യമുള്ളത് കൊടുക്കണ്ടേ പെണ്ണേ, നീ എടുക്ക്. പിന്നെ നീ ഒരു കാര്യം മറക്കണ്ട, റമദാൻ മാസമാണ്. സ്വതക്ക അത് എപ്പോഴും നല്ലതാണ് കേട്ടോ. അത് ആർക്കത് ഈത്തപ്പഴാണെങ്കിൽ പോലും നമുക്കുള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കണമെന്നാ. നിനക്കറിയില്ലേ ഫാത്തിമ ബീവിയുടെ ചരിത്രമൊക്കെ? അവരൊക്കെ വിശന്ന് വലഞ്ഞ് നിൽക്കുന്ന സമയത്തൊക്കെ റൊട്ടി ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്ന സമയത്തായിരിക്കും, ഭക്ഷണം മുന്നിൽ വെച്ചിരിക്കുന്ന സമയത്തായിരിക്കും വിശക്കുന്നു വല്ലതും തരണമെന്ന് പറഞ്ഞിട്ട് ആ വാതിലിൽ വന്ന് മുട്ടുന്നത്. അപ്പോൾ എന്ത് ചെയ്യും ഫാത്തിമ ബേബി? അവർ കഴിക്കുവാൻ വേണ്ടി എടുത്തു വെച്ച ഭക്ഷണം കൊടുക്കുമായിരുന്നു, എന്നിട്ട് വിശപ്പ് സഹിച്ച് നിൽക്കുമായിരുന്നു. അതാണ് മുത്ത് ഹബീബിൻ്റെ പുന്നാര മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ. നമ്മൾ അവരെയൊക്കെയല്ലേ വേണേ മാതൃകയാക്കേണ്ടത്. നമ്മൾക്കുള്ളതിൽ നിന്ന് നമ്മൾ കൊടുക്കണം, എങ്കിലല്ലേ അല്ലേ പഠിച്ചവൻ്റെ ഭാഗത്ത് നമുക്ക് പിന്നെ ശിക്ഷ ഇറങ്ങൂലേ. നുസൈബ ഒന്നും മിണ്ടിയില്ല. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഇക്ക, ഞാൻ എന്നെ കൊണ്ടുപോകും. ഹേയ്, എന്താ പെണ്ണെ നീ ഇങ്ങനെ? അല്ല, പാവപ്പെട്ടെന്നെ കെട്ടിയതുകൊണ്ട് നിങ്ങൾക്കൊരുപാട് ചിലവുണ്ടല്ലേ. എൻ്റെ പെണ്ണെ പ്ലീസ്, അതിനെക്കുറിച്ച് നീ പറയല്ലേ. എന്താ ഇതൊക്കെ? അങ്ങനെ പറയാൻ പാടുണ്ടോ പെണ്ണെ? നമുക്ക് ഈ ലോകം മതിയോ? നീ പറ, മതിയോ പറ. അല്ല, ഈ ലോകം പഠിച്ചോനെ, ഈ ലോകം നശിക്കുന്നതല്ലേ. നമുക്ക് എന്നേക്കുമായൊരു ലോകം ഉണ്ടല്ലോ, പരലോകം. അതെ, അവിടേക്കുള്ളത്. അതാണ് പറയുന്നത്. ഇതൊക്കെ അവിടേക്കുള്ളതാണ്. അല്ലാഹ് സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കട്ടെ. ആ പൊന്നു മക്കളുടെ കാതിലിടുമ്പോഴേ അവർക്കൊരു സന്തോഷം ഉണ്ടാവും. അതാണ് നമുക്ക് വേണ്ടത്. ആ പുഞ്ചിരിയാണ് നമുക്ക് വേണ്ടത്. പഠിച്ചവന് സ്വീകരിക്കട്ടെ. ഇതൊക്കെ എൻ്റെ നസീബ, നമുക്ക് നാളത്തേക്കുള്ളതാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം. എന്താ അത്? ഒരിക്കലും അറിയരുത് കേട്ടോ, ഇത് ഞാൻ വാങ്ങിക്കൊടുത്തതാ ഒന്നും. അതെന്താ? അല്ല, അതറിയിക്കുന്നത് ശരിയല്ല. അതറിയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രതിഫലം നഷ്ടപ്പെടും. അതുകൊണ്ട് പിന്നെന്താ, വലതു കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ അറിയരുതെന്നല്ലേ. അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ശരി, എടുത്തോ, നിനക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തോ. നുസൈബക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ മുമ്പിലേക്ക് അതാ നിരവധി ഐറ്റംസിലുള്ള കുഞ്ഞു മക്കളുടെ 3 കമ്മലുകൾ. പഠിച്ചവനെ, അല്ലാ, എൻ്റെ കൈ കൊണ്ട് ഇത് കൊടുക്കാന്നൊക്കെ പറഞ്ഞ റഹ്മാനെ, ഞാൻ വല്ലാത്തൊരു ഭാഗ്യവതി തന്നെയാണ്. എടി, വേഗം എടുത്ത് സെലക്ട് ചെയ്യണേ. ഇക്ക, ചെറിയ രീതിയിലൊക്കെ മതി. നീ എടുത്തോ, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള എടുത്തോട്ടോ. പെട്ടെന്ന് പൊട്ടുന്ന ആ ഒരു കനമില്ലാത്ത സൈസ് എടുക്കല്ലേ. മക്കളുടെ കാതിലത് കിടക്കുമ്പോൾ കുറച്ച് ഉറപ്പിലൂടെ കിടന്നോട്ടെ. നീ ഇങ്ങനെ വളരെയധികം സ്മൂത്തായതും ഒന്നും എടുക്കാൻ നിൽക്കണ്ട. കുറച്ചൊക്കെ നല്ലത് എടുത്തോ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എടുത്ത പെണ്ണേ. അങ്ങനെ ഏതാ നുസൈബ അത് സെലക്ട് ചെയ്യുന്നു. നിനക്കറിയില്ല, മാറി, ഞാൻ സെലക്ട് ചെയ്യാം. ഷമ്മാസ് അതിൽ നിന്ന് നല്ലത് നോക്കിയിട്ട് 2-3 സ്റ്റെഡും അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് തൂക്കിയുമുള്ള കമ്മൽ എടുക്കുന്നു. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഭയങ്കര സെലക്ഷനാണല്ലേ. അത് പിന്നെ പറയാനുണ്ടോ? നിന്നെ സെലക്ട് ചെയ്തത് ഞാനല്ലേ പെണ്ണേ. അതിനേക്കാളും വലിയ സെലക്ഷൻ ഉണ്ടോ ഈ ഒരു ഗോൾഡിന്? ഹിജാബിനുള്ളിൽ മൂടി പുതച്ച് നടക്കുന്ന നിന്നെ സെലക്ട് ഞാൻ ചെയ്തെങ്കിൽ ഒരു ഗോൾഡ് നോക്കി സെലക്ട് ചെയ്യാൻ എത്ര പാടാണോ കുട്ടിയെ. എന്നാലും ഞാൻ സമ്മതിച്ചിട്ടോ, എൻ്റെ കണ്ണിൽ ഇതൊന്നും പെട്ടില്ലല്ലോ. അതാണ് പറഞ്ഞത്, നമുക്ക് അറിവ് മാത്രം പോരാ, തിരിച്ചറിവ് കൂടി വേണം. അറിവും തിരിച്ചറിവൊക്കെ ഉള്ള ഒരാളിൻ്റെ കൂടെ ഉണ്ടല്ലോ. ഉണ്ട്, നിന്നെ ഞാൻ തിരിച്ചറിഞ്ഞെടുത്തില്ലേ, പിന്നെപ്പോൾ എന്താ.
വല്ലാത്തൊരു. അവരങ്ങനെ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് അതെല്ലാം സെലക്ട് ചെയ്തു. അല്ല, വിരലിലേക്ക് ഒരു മോതിരം ആയാലോ? വേണ്ട, വേണം, പക്ഷേ എനിക്കല്ല. പിന്നെ ആർക്കാ? അതൊക്കെയുണ്ട്. മോതിരം ദാ ഇത് മതിയോ ഈ മോഡല്? ഷമ്മാസ് ചോദിച്ചു. അത് മോതിരം എനിക്ക് കുറച്ചും കൂടി വണ്ണുള്ളത് വേണം. ആഹാ, ഇതെന്താ തള്ളവിരലിടാനോ? ആ, അങ്ങനെയെന്ന് വിചാരിച്ചാൽ മതി. ഇത് മതി എനിക്ക്. എൻ്റെ പെണ്ണെ, അത് നിനക്ക് ഏറെയല്ലേ? അത് മതിയെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ അവൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു മോതിരവും അത് സെലക്ട് ചെയ്യുന്നു. വേറെ വല്ലതും? ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഇതൊന്നും ഞാൻ വിചാരിച്ചിട്ട് പോലുമില്ല. അങ്ങനെ അതാ നുസൈബിയും ഷമ്മാസും അത് ബില്ലാക്കുവാൻ വേണ്ടി കൊടുക്കുന്നു. ഡയമണ്ട് നെക്ലേസ് ഞാൻ തന്നെ നിന്നെ അണിയിച്ചു തരാം, അതായിരിക്കും നല്ലത്. അവർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ റൂം അതാ കാണിച്ചു കൊടുക്കുന്നു. നുസൈബിയും ഷമ്മാസും അതിനുള്ളിൽ കയറി അവളുടെ നിഖാബും ഹിജാബുമെല്ലാം അതാ ഷമ്മാസ് അഴിച്ചെടുത്തു. എൻ്റെ പെണ്ണേ, ഈ കണ്ണാടിയിൽ ഇങ്ങനെ നോക്കുമ്പോഴേ നിൻ്റെ കഴുത്തിനൊക്കെ എന്താ പെണ്ണ ഇത്രയധികം ഭംഗി? ഇത്രയധികം കൂടുതലായിട്ടുണ്ടോ? അതോ ഇവിടെ കണ്ണാടികളും ഈ ഒരു LED ബൾബുകളുടെ ഇടയിലും വെട്ടിത്തിളങ്ങാണോ? അവൾ പറഞ്ഞു. അറിയില്ല, എനിക്കറിയില്ലല്ലോ എൻ്റെ കഴുത്തിൻ്റെ ഭംഗിയൊന്നും ഞാൻ നോക്കാറില്ല. എന്നാൽ ഞാനതെല്ലാം നോക്കിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, വളരെയധികം മനോഹരമാണ്. ആ നെക്ലേസ് ഇങ്ങെടുത്ത്. ആ ഡയമണ്ട് നെക്ലേസ് അതാ ഷമ്മാസ് നുസൈബയുടെ കഴുത്തിൽ വെച്ച് നോക്കി കണ്ണാടിയിൽ നോക്കി. റബ്ബേ അല്ലാ, എൻ്റെ ഊറില്ലിയിലാണ് ഇത്. എൻ്റെ ഊറുൽഹീൻ, എൻ്റെ ദുനിയാവിലെ ഊറുല്ലീന്. അപ്പോൾ ആഖിറത്തിൽ വേറെ ഉണ്ടാവുമല്ലോ? നുസൈബ തമാശയിൽ പറഞ്ഞു. നമ്മൾ ആഗ്രഹിച്ചാലേ ഇത് തന്നെ നമുക്ക് ആഖിറത്തിലും കിട്ടും, അങ്ങനെയാണല്ലോ അല്ലേ? അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും എനിക്കൊന്നേ ഉള്ളൂ, അത് ഇത് മാത്രം. പടച്ചോനെ, മാഷാ അല്ലാ, വല്ലാതെ മനോഹരമായിട്ടുണ്ട് കേട്ടോ. എന്ത് ഭംഗിയാണടി നിൻ്റെ കഴുത്തിൽ ഇതിങ്ങനെ കിടക്കുന്ന കാണുമ്പോൾ. അങ്ങനെ അതാ കമ്മലും ഷമ്മാസ് തന്നെ ഇട്ടുകൊടുക്കുന്നു. ഒരു ഷാൾ അവളുടെ തലയിലൂടെ ഇട്ടുകൊടുത്തപ്പോൾ പടച്ചോനെ, എത്ര സുന്ദരിയാണ് എൻ്റെ കുട്ടി, മാഷാ അല്ലാ. അവൻ അഴിച്ചെടുത്ത ഹിജാബും ഷാളുമെല്ലാം അതാ ഷമ്മാസ് തന്നെ കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു. അവളുടെ ഹിജാബ് എടുത്ത് ഷമ്മാസ് ബാക്കിൽ കെട്ടിക്കൊടുക്കുന്നു. കണ്ണ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ആ, ഓക്കെ. അല്ലെങ്കിലും നിങ്ങൾക്കിതിലൊക്കെ ഭയങ്കര എക്സ്പെർട്ടാണല്ലോ. ഇതെന്താ, ഈ ജോലിക്ക് ആദ്യം പോയിരുന്നോ? ആ, എൻ്റെ ഭാര്യയുടെ അടുക്കൽ നിന്ന് പഠിച്ചെടുത്തതാ. എന്താ? അങ്ങനെ അവരിതാ പുറത്തിറങ്ങി എല്ലാ സംഭവങ്ങളുടെയും ബില്ലൊക്കെ സെറ്റാക്കി അവരിറങ്ങി. ആ, പിന്നെ ഡയമണ്ട് യൂസ് ചെയ്തല്ലേ? ആ, ഓക്കെ, അത് കണിഞ്ഞു കൊടുത്തു. പഴയ സ്വർണമെല്ലാം ഒന്ന് കൊടുത്തു. ആ 3 കൂട്ട് കമ്മലും ആ ഒരു മോതിരവും അത് നുസൈബയുടെ ബാഗിൽ വെച്ചു. അവർ നേരിയതാ ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങുന്നു. ആ പെണ്ണെ, മറക്കല്ല കേട്ടോ ഫ്രൂട്ട്സ്. നീ കമ്മൽ കണ്ടപ്പോൾ എല്ലാം മറന്നോ? അല്ലോ, ആരോ ഉമ്മ വിളിക്കുന്നുണ്ടല്ലോ. ഹലോ മോളെ നുസിയേ, ഞാൻ എന്തായി, അവിടെ വല്യമാരുടെ അടുത്ത് എത്തിയോ? ഇല്ലുമ്മ, ഞങ്ങൾ എത്തിയിട്ടില്ല. പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞും ചെയ്തു. അപ്പോൾ എത്തിക്കണം അറിയാൻ വേണ്ടിയിട്ടേ ഓര് പറഞ്ഞു എത്തിയിട്ടില്ലാന്നും. ഞാൻ ആദ്യം എളാമാൻ്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയേ. അപ്പോൾ ഇല്ല, ഞങ്ങളിപ്പോൾ പോകുമ്മ. എന്നാൽ വേഗം പോയിക്കോളി മക്കളെ, അവിടെ ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട. ഈ ഒരു സമയം എന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം കേട്ടോ. വീണ്ടും ഉമ്മയുടെ ഉപദേശം. കടയിൽ നിന്ന് ഫ്രൂട്ട്സും കാര്യങ്ങളും വാങ്ങുന്നു. നോമ്പിന് വേണ്ടി വല്യമ്മക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല സോഫ്റ്റായ ഈത്തപ്പഴം അതും വാങ്ങുന്നു. ആ, പിന്നെ ഇനി എന്തെങ്കിലും വേണോ? ഇനി ഒന്നും വേണ്ട, അത് മതി. മക്കൾക്ക് വേണ്ടി എന്തൊക്കെയോ സ്വീറ്റ്സും കാര്യങ്ങളും വീണ്ടും ഷമ്മാസ് വാങ്ങുന്നുണ്ട്. ഞാൻ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? എന്താ, നിനക്കെന്താ സംശയം തീരുന്നില്ലല്ലോ ഇപ്പോൾ? അതെ, എനിക്കിപ്പോൾ എന്തിനാ ഡയമണ്ട് നെക്ലേസ്? അത് ഇത്രയും ലക്ഷം വില വരുന്ന നെക്ലേസും ഈ ഒരു കമ്മലൊക്കെ എന്തിനാ ഇപ്പോൾ വാങ്ങി തന്നത്? അത് നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും അതെനിക്ക് നന്നായിട്ട് മനസ്സിലാകും. അത് നീ പതിയെ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. എന്നാലും എന്താപ്പോൾ, 1 വർഷം പോലും ആയിട്ടില്ലല്ലോ എൻ്റെ ആഭരണങ്ങളും ഒക്കെ. അത് തന്നെയാണ് പറഞ്ഞത്. അത് ഒരു സ്പെഷ്യലാണ്. നിനക്ക് സ്പെഷ്യലായിട്ട് ഞാൻ തരുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലൊരു സ്പെഷ്യൽ നീ എനിക്ക് തന്നിട്ടുണ്ടാവും. എന്താ ഇപ്പം നിങ്ങൾ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലായില്ല. നിനക്ക് മനസ്സിലാകില്ലല്ലോ പെണ്ണേ. അപ്പോൾ നീ എനിക്ക് സ്പെഷ്യൽ തന്നതൊക്കെ മറന്നോ? മാഷാ അല്ലാ, അത് ഓക്കെ. അത് ശരി, അതൊക്കെ മറന്നില്ലേ അതിൻ്റെ ഇടയിൽ കൂടെ?
അല്ല മറന്നതല്ല, ഞാനത് പെട്ടെന്ന് ഓർത്തില്ല. ഓ അതിനുള്ള സമ്മാനാണോ? ആ, എനിക്കൊരു കുഞ്ഞിനെ തരാൻ വേണ്ടി പോവല്ലേ നീ? അപ്പം നിനക്കൊരു സമ്മാനം ഞാൻ തരണ്ടേ? ആ ഒരു സമ്മാനാണ് ആ ഡയമണ്ട് നെക്ലേസ്. എന്താ? ആയിക്കോട്ടെ. അങ്ങനെ അവർ വണ്ടി എടുത്തുകൊണ്ട് നേരെ അതാ വല്യമ്മയുടെ വീട് ലക്ഷ്യമാക്കി പോകുന്നു. അപ്പോഴതാ മക്കൾ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഉമ്മ, അതാ അവരെത്തി, നുസിത്തൊക്കെ വരുന്നുണ്ട്. ആ മക്കൾ സന്തോഷത്തോടെ അതാ ചാടിക്കളിക്കുന്നു. മക്കളെ അടങ്ങി നിൽക്കി. അല്ലാ ഇക്ക, ദാ അവരെത്തിട്ടോ. ഉമ്മ, നിങ്ങളെ പേരക്കുട്ടി എത്തിക്കണേ. വളരെയധികം സന്തോഷത്തോടു കൂടി അവരെ സ്വീകരിക്കുന്നു. ഷമ്മാസിൻ്റെ കൈകളിൽ ഉണ്ടായിരുന്ന ആ ഒരു സംഭവങ്ങൾ, ഫ്രൂട്ട്സും സ്വീറ്റ്സ് ഐറ്റംസും എല്ലാം അതാ അവിടെ വല്യമ്മയുടെ അടുക്കൽ കൊണ്ടുപോയി വെക്കുന്നു. പഠിച്ചോനെ, ഉമ്മാൻ്റെ കുട്ടി എത്തിയോ? അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. വല്യമ്മ സുഖല്ലേ? എൻ്റെ കുട്ടി എവിടെ? ഉമ്മാൻ്റെ കുട്ടി കാണാൻ എനിക്ക്. നുസൈബ വല്യമ്മയെ അതാ ഒരുപാട് ചുംബിക്കുന്നു. പൊന്നു മോളെ, ഉമ്മാൻ്റെ കുട്ടി. ആ വല്യമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. എവിടെ? ഉമ്മമാൻ്റെ കുട്ടി ഉംറയൊക്കെ ചെയ്ത് ദ്വാരുന്നില്ലേ ഉമ്മമാക്കും വേണ്ടി? ആ, ഞാൻ ചെയ്തു, ദ്വായൊക്കെ ചെയ്തു. മതി, എനിക്ക് സന്തോഷമായി. എൻ്റെ കുട്ടിയാണ് ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള കുട്ടി. മാഷാ അല്ലാ. ഉമ്മമ്മ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? മോളെ അൽഹംദുലില്ലാ, അങ്ങനെ പോകുന്നുണ്ട്. എന്നാലും എൻ്റെ കുട്ടി ഇരിക്കക്കൂരുണ്ടാക്കി തരുന്നുള്ളതുണ്ടല്ലോ, മറ്റെനിക്ക് സമാധാനമല്ലേനോ. ഇപ്പം എനിക്ക് സമാധാനമുണ്ട്. ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല. കാരണം എൻ്റെ കുട്ടിയൊക്കെ ഇരിക്കക്കൂരോടെ പൊന്തുണ്ടല്ലോ എൻ്റെ കുട്ടീൻ്റെ കാരണം കൊണ്ട്. പെട്ടെന്ന് ഷമ്മാസ്, ആ വല്യമ്മ, മോനെ ഇരിക്ക് മോനെ, ഉള്ള സ്ഥലത്ത്. ആ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്തൊക്കെ വല്യമ്മങ്ങൾ വർത്താനം? ഷമ്മാസ് വല്യമ്മയുടെ തലയിൽ തൊട്ടുകൊണ്ട് പറയുന്നു. വല്യമ്മ, നിങ്ങൾക്ക് സുഖല്ലേ? നോമ്പൊക്കെ? മോനെ ഇതുവരെ ഒറ്റൊന്നും ഒഴിവാക്കിയിട്ടില്ല, ഇനിയും അതുപോലെ തന്നെ പോകണമെന്നാണ്. ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. പഠിച്ചുണ്ടാവൂലല്ലേ കൂടെ? അപ്പോഴേക്കും മക്കള് അവർ കൊണ്ടുവന്ന ആ ഒരു സ്വീറ്റ്സ് എല്ലാം പൊട്ടിക്കുന്ന തിരക്കിലൊക്കെ ആയിരുന്നു. മക്കളെ, ഷമ്മാസ് അങ്ങോട്ട് വന്നു. മോളെ നുസിയ, ഇരിക്കും മോളെ. ആ എളാമ്മ ഇരിക്ക. അവൾ അവിടെ നിന്ന് അവളുടെ ബാഗ് തുറന്നു. ആ, ഇത് എന്താ മോളെ അത്? ആ, ഇത് വല്യമ്മക്കൊരു ഗിഫ്റ്റ് കൊണ്ടെന്നാണ് ഞാൻ. ഷമ്മാസ് പറഞ്ഞ് ഇട്ട് കൊടുക്കുവേണേ. അത് വല്യമ്മ നിങ്ങൾ വിരലോ നീട്ടിത്തരോ? എന്താ മോളെ? എളാമ്മയും മക്കളും എളാപ്പയും എല്ലാവരും ആ കാഴ്ച നോക്കി നിന്നു. ഇവിടെ എന്തിനാ മോളെ എൻ്റെ വിരൽ? ആകെ ചുക്കി ചൊളുങ്ങി വയസ്സായില്ലേ, എന്തിനാ അപ്പോൾ ഇത് കണ്ടിട്ട്? കാണാനല്ല, ഈ കൈകളിലൊരു ഉമ്മ തെച്ച് തരാനാണ്. ഉമ്മേ പഠിച്ചോനെ, ഉമ്മാൻ്റെ കുട്ടീനെ പഠിച്ച സ്വർഗത്തിലാക്കട്ടെ. ആ, വല്യമ്മാൻ്റെ വിരലോ നീട്ടിത്തരുമോ? വിരലോ എന്തിനാ കുട്ടിയെ? ആ ദാ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പഠിച്ചോനെ, എന്താ അത്? ആ ഒരു സ്വർണ്ണ മോതിരം എടുത്തുകൊണ്ട് വല്യമ്മയുടെ വിരലുകളിൽ അതാ ഇട്ട് കൊടുക്കുന്നു. അല്ലാ, ഇതെന്താ കുട്ടിയെ മോതിരോ? വല്യമ്മ തെറ്റി സ്വർണ്ണ മോതിരം ആദ്യമായിട്ട് ഇടുകയാണല്ലോ. കുട്ടിയെ, ഇത് സ്വർണ്ണാണോ? ആ വല്യമ്മ, ഇത് സ്വർണ്ണ മോതിരാണ്. മാഷാ അല്ലാ. പഠിച്ചോനെ, എൻ്റെ കുട്ടി, ഞാൻ മോളെ സ്വർണ്ണം ഇട്ടിട്ടില്ല, വല്യമ്മക്കതിനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുമില്ല. വെള്ളിടും, എൻ്റെ വല്യപ്പുള്ള കാലത്ത് വെള്ളിട്ടെന്നീ എനിക്ക് ചിറ്റായിട്ടും ഇതൊക്കെ അപ്പോൾ ഒന്നുമില്ല. പഠിച്ചോനെ, എൻ്റെ കുട്ടിയെ നന്നാക്കണേ റബ്ബേ. ആ വല്യമ്മ കണ്ണീരോടെ പ്രാർത്ഥിച്ചു. മക്കളത് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്നു. മുഖത്തോട് മുഖം നോക്കി മക്കൾ നേരെ അതാ വല്യമ്മയുടെ ആ മോതിരം നോക്കിയിട്ട്, വല്യമ്മ ഹായ്, നല്ല രസമുണ്ട്, ഇത്ത ഞങ്ങൾക്കും വാങ്ങിത്തരുമോ? ആ മക്കളുടെ ചോദ്യത്തിന് മുമ്പിൽ അവരുടെ ഉമ്മ പറഞ്ഞു, മക്കളെ അങ്ങനെ പറയല്ലേ, വല്യമ്മക്ക് വാങ്ങിക്കൊടുക്കാതിരിക്കാൻ പറ്റുമോ? നമുക്ക് പിന്നെ വാങ്ങണം. എനിക്ക് വേണം. മക്കൾ അതാ സങ്കടപ്പെടുന്നു. ഇൻഷാ അല്ലാ നമുക്ക് വാങ്ങണം കേട്ടോ. അതിന് മുമ്പായിട്ട് നുസി, എന്താ പെണ്ണെ നീ ഇങ്ങനെ അവരെ കരയിപ്പിക്കല്ലേ? ഷമ്മാസിൻ്റെ ആ ഒരു വാക്കുകൾ. പെട്ടെന്ന് നുസൈബ ബാഗിൽ നിന്ന് അതാ ഒരു ബോക്സ് എടുക്കുന്നു. ഇതാർക്കാണ്? ആ എനിക്ക് മക്കൾ തുള്ളിച്ചാടി. അല്ലാ നുസി, എന്താ പെണ്ണെ ഇതൊക്കെ? അങ്ങനെ അതാ 3 ബോക്സും വല്യമ്മയുടെ കൈകളിൽ തന്നെ കൊടുക്കുന്നു. വല്യമ്മ, ഇത് നിങ്ങളെ പേര് കുട്ടികളെ കാതുക്കുള്ളതാണ്. മാഷാ അല്ലാ. പഠിച്ചോനെ, എന്തിനാ മോളെ ഇതൊക്കെ? എത്രയേ പൈസക്ക് ചിലവുണ്ടാവും. ശരിക്കും റഹീംക്കയുടെയും ഭാര്യയുടെയും കണ്ണുകൾ നിറഞ്ഞു. അല്ലാ, എന്താണ് മങ്ങൾക്ക് അറിയണത്? എന്തേ? അല്ല, കുട്ടികളെ കമ്മൽ അത്
എളാപ്പാൻ്റെ പണിയാണ് ഉപ്പയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ചോദിച്ചത്. ഒരിക്കലും ഞങ്ങൾ എളാമ്മ അതിനെന്താ സന്തോഷമില്ലുള്ളൂ. ആ പിഞ്ചുമക്കളുടെ കാതിൽ ആ ഒരു കമ്മലുകൾ ഇട്ടപ്പോൾ മക്കൾ ഒരുപാട് സന്തോഷിച്ചു. സത്യത്തിൽ റഹീംക്കായുടെ കണ്ണുകളും നിറഞ്ഞു. നുസിയെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, പൊന്നുമോളെ, ആപ്പാൻ്റെ കുട്ടി വിജയിച്ചിക്കണു ദുനിയാവിൽ. ആഖിറത്തിലും ഇതുപോലെ വിജയം എൻ്റെ കുട്ടിക്ക് ഉണ്ടാകട്ടെ. നല്ലൊരു മരുമകനാണ് നമുക്ക് ലഭിച്ചത്. അല്ലാ, അദ്ദേഹത്തിന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല സന്തോഷം കൊണ്ട്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാൻ എന്നും പറയുന്ന പോലെ പറയാൻ കേട്ടോ, നിങ്ങൾ എന്തൊക്കെ തന്നെയായാലും നോമ്പാണ്, സമയമുണ്ടെങ്കിൽ മാത്രം സ്റ്റോറി കേട്ടാൽ മതി. തറാവിയൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഫ്രീ ആയി ഖുർആനൊന്നും ഓതാത്ത അങ്ങനത്തെ സമയമൊക്കെ ഉണ്ടെങ്കിൽ തോന്നുകയാണെങ്കിൽ മാത്രം കേട്ടാൽ മതി. ഒരിക്കലും നിങ്ങൾ നിർബന്ധിക്കണില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കേട്ടാൽ മതി. താല്പര്യം ഇല്ലാത്തപോലെ ഫോണേ തുറക്കണ്ട. അതായത് യൂട്യൂബ് തുറന്നാൽ എന്തൊക്കെ തന്നെ നോട്ടിഫിക്കേഷൻ വരുമല്ലോ, അതിക്കൊന്നും വല്ലാതെ പോകണ്ട. പിന്നെ ഇൻഷാ അല്ലാഹ് നോമ്പ് കഴിഞ്ഞിട്ട് കാണട്ടോ. പിന്നെ നമ്മുടെ സ്റ്റോറിയിൽ എന്തെങ്കിലും തെറ്റ് കുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് തരണം. അതുപോലെ ഒരു ലൈക്ക് ഞാൻ ചോദിക്കണം നിങ്ങളോട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം തരിക കേട്ടോ. ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും ഈ റമദാൻ മാസത്തിൽ മുഴുവൻ നല്ല രീതിയിൽ റാഹത്തോടു കൂടെ സന്തോഷത്തോടു കൂടെ ആരോഗ്യത്തോടു കൂടെ നോമ്പ് അനുഷ്ഠിക്കുവാനും ഇബാദത്തുകൾ ചെയ്യുവാനും ഒക്കെയുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ. പടച്ച റബ്ബ് നമ്മുടെ ഇബാദത്തൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു അവരുടെ ഖബറുടെ സ്വർഗ്ഗപ്പൂന്തോപ്പാക്കി കൊടുക്കട്ടെ. അതുപോലെ തന്നെ മരണം ഹൈറാവുമ്പോൾ നമുക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഉത്തമ മുത്തഖങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.